ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഫാമിലി ഏകദേശം ഒരു 4-5 വെറൈറ്റി ഗപ്പികളുണ്ട്. അപ്പോൾ ആ ഗപ്പികളൊക്കെ പ്രസവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഗപ്പി കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഞാൻ വളർത്തുന്നത്, എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ തുടങ്ങിയിട്ട് 2-3 മാസമായി. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കയറി എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ അതിലും നമ്മൾ അപ്ഡേഷൻസ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ ആദ്യ ഐറ്റം ഗപ്പികൾ. ഇത് നമ്മുടെ ചില്ലി മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഇതും ഈ ബേസിലും ചെറിയ കുഞ്ഞുങ്ങളാണുള്ളത്. ഇതിൽ നമ്മൾ ചില്ലി മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ 2 ബാച്ചിൽ കുഞ്ഞുങ്ങളായപ്പോൾ 2 ബാച്ചാക്കി തിരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഔട്ട്ഡോർ ആയിട്ടാണ് ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതാ കുഞ്ഞുങ്ങൾ പോകുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച കൂടിയും കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഫീമെയിലും മെയിലും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു പാകത്തിലാവും. ഏകദേശം ആയിട്ടുണ്ട്. വാൽമ ടൈലിൻ്റെ ഒക്കെ ഇതിപ്പോൾ ഗ്ലെയർ അടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് തെളിയാൻ കിട്ടാത്തത്. അപ്പോൾ ഇതിലാണ്. അപ്പോൾ ഇതും നമുക്ക് ഏകദേശം തിരിക്കാനായിട്ടുണ്ട്. 2 ബാച്ചിലുള്ള ഫീമെയിൽ പ്രസവിച്ചപ്പോൾ 2 സെപ്പറേറ്റ് ആക്കി കിട്ടും എന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മളിനി ഒരാഴ്ചയും കഴിഞ്ഞാൽ ഫീമെയിലും മെയിലും മാറ്റിയിടും. അത് മാറ്റിയിട്ടിട്ട് വേറെ ഉണ്ട്. ആ ബാച്ചിലേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ബേസിനാൾ ഉണ്ട്. ഈ ബേസിനിൽ നമ്മൾ ഫുൾ ബ്ലാക്കിൻ്റെ ഏകദേശം ഒരു 1.5 മാസത്തിൻ്റെ അടുത്ത് പ്രായമായതുകൊണ്ട് ഇത് ഫീമെയിലും മെയിലും തിരിച്ചറിയാനായിട്ടുണ്ട്. അപ്പോൾ മാറ്റിയിടാൻ നമുക്ക് നേരം കിട്ടിയിട്ടില്ല. അത് മാറ്റിയിടണം. ഇതിൽ നമ്മൾ ഫുൾ ബ്ലാക്കിൻ്റെ ഏകദേശം ഒരു 2 ആഴ്ച പ്രായമായ ഫീമെയിൽ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത്. ഇതാ കുഞ്ഞുങ്ങൾ കിടക്കുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പോഴൊന്നും മാറ്റാനായിട്ടില്ല. നമ്മളിപ്പോൾ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഇപ്പോൾ വളർത്തുന്നത്. പിന്നെ ഇതിൽ ഫീമെയിൽ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റെഡ് ടെക്സ്ഡ് പുതിയ വെറൈറ്റി ഗപ്പിയാണ്. നമ്മൾ അഫ്സൽ കയ്യിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിലായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇത് ഫുള്ള് ഫീമെയിലാണ് കേട്ടോ. സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് ഫീമെയിലുകളാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഗ്ലെയർ അടിച്ചുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളായതുകൊണ്ട് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 5 ഫീമെയിലുകളുണ്ട്. നമുക്ക് മെയിൽ വളരെ കുറവായിരുന്നു. മെയിൽ നമുക്കൊരു 2-3 മെയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഫീമെയിലാണ് കൂടുതൽ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ മെയിലുകൾ നമ്മൾ തിരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഇതിൽ നമ്മൾ റെഡ് ഇയർ കൊയ് പറഞ്ഞാൽ ഫീമെയിലിൻ്റെ ഇയർ റെഡായിട്ട് വരുന്നതാണ്. അത് ഏകദേശം 1 മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 1 മാസം പ്രായമായത്. അപ്പോൾ ഇതൊക്കെ തിരിക്കാനായിട്ടുണ്ട് കേട്ടോ. ഫീമെയിലും മെയിലും തിരിച്ചറിയാനായിട്ടുണ്ട്. അപ്പോൾ മാറ്റിയിട്ടിട്ടില്ല. ഇവിടെ അടുത്ത് നമ്മളെ ഫീമെയിലുകൾ മാത്രമാണ് കേട്ടോ ഇതിൽ നമ്മുടെ സാന്റാക്ലോസിൻ്റെ ഫീമെയിലുണ്ട്. ഫുൾ ബ്ലാക്കിൻ്റെ, ചില്ലി മൊസൈക്കിൻ്റെ ഫീമെയിലുകളാണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. ഫീമെയിൽ സെപ്പറേറ്റ് ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ വളരെ നേരത്തെ കാലത്ത് തന്നെ നമ്മൾ അവർ മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ മാറ്റിയിട്ടിട്ടുണ്ട്. നമുക്കൊരു ഇൻബ്രീഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റിയിട്ടത്. അപ്പോൾ ഇതുണ്ട് ഫുള്ള് ഫീമെയിൽ, ഫുൾ ബ്ലാക്ക്. ഇരുവാൽമ ടെയിൽമ വൈറ്റ് കളറായിട്ട് കാണുന്നത് നമ്മൾ സാന്റാക്ലോസ് ആണ്. പിന്നെ ചില്ലി മൊസൈക്ക് അതാ പോകണം. അപ്പോൾ ഇത് നമ്മൾ വാല് നോക്കിയിട്ടാണ് ഓരോന്നും സെയിൽ ചെയ്യാൻ നേരത്ത് നമ്മൾ എടുക്കുക. അപ്പോൾ ഫുൾ ബ്ലാക്ക് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഫുള്ള് ബ്ലാക്ക് കളറായിട്ടുള്ളത് അത് സാന്റാക്ലോസും ചില്ലി മൊസൈക്കും ആണ് നമുക്ക് ഐഡൻറ്റിഫൈ സാധിക്കും. വളരെ പെട്ടെന്ന് അറിയാൻ സാധിക്കാത്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഈ സാന്റാക്ലോസിൻ്റെ ടെയിൽ ഒരു വൈറ്റ് കളറായിട്ട് നല്ല ഉണ്ടാവുക. ബോഡിയമ്മ ഉണ്ടായിരിക്കും. ചില്ലി മൊസൈക്കിൻ്റെ ഒരു ടെയിൽമ മാത്രമേ ഒരു മൊസൈക്ക് ടൈപ്പ് ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഫീമെയിലിന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഫീമെയിൽ മാത്രം അല്ല. ഇപ്പോൾ ഇതിൽ 3 ഐറ്റം ഫീമെയിലാണ് നമ്മൾ ചുരുക്കം പറഞ്ഞാൽ ഇതിൽ ഇട്ടിട്ടുള്ളത്. ഇതേമാതിരി തന്നെ നമ്മൾ മെയിലും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മെയിൽ ഇങ്ങനെ കൂടുതൽ ഐറ്റം ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. ഏതെങ്കിലും ഒന്ന് ഒരു മെയിലായിട്ട് ഇതിൽ ചാടിക്കഴിഞ്ഞാലേ നമ്മൾ ബ്രീഡിങ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ആകെ കുളമാകും. ഇത് നമ്മൾ മെയിലിനെയാണ് കാണാൻ പോകുന്നത്. ഇത് ഫുള്ള് മെയിലാണ്. സാന്റാക്ലോസാണ് ഇത് ഈ കാണുന്നത്. സാന്റാക്ലോസ് കളർ വെക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഭംഗിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളായതുകൊണ്ടാണ്. ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നത് നമ്മൾ സാന്റാക്ലോസാണ്. സാന്റാക്ലോസാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. ഇതാണ് നമ്മൾ സാന്റാക്ലോസ്. വളരെ പെട്ടെന്നായിരിക്കും അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇതിപ്പോൾ ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള മെയിൽ നമ്മളെ ചില്ലി മൊസൈക്കിൻ്റെ മെയിലുകളാണ്. അതും അതേ പ്രായം തന്നെയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നത് നമ്മളെ സാന്റാക്ലോസിനാണ്. അപ്പോൾ അതാണ് വളരെ പെട്ടെന്ന് വളർച്ച കിട്ടിയത്. അപ്പോൾ ഇത്
ഇതിലിപ്പോൾ നമ്മൾ ചില്ലി മൊസൈക്ക് ഉണ്ട്, ഫുൾ ബ്ലാക്ക് ഉണ്ട്. ഫുൾ ബ്ലാക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ കളറും ഡാർക്ക് ആയിട്ടാണ് നമുക്കത് കാണാം. നമ്മളിതിലൊക്കെ എല്ലാത്തിലും ബദാമിൻ്റെ ലീഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബദാമിൻ്റെ ലീഫ് ഇടുമ്പോൾ നല്ല നല്ല ഗ്രോ. അപ്പോൾ ഇതിലുള്ള ഇതാ ഫുൾ ബ്ലാക്കിൻ്റെ മെയിലുകൾ, ഇതാ പോകുന്ന ഫുൾ ബ്ലാക്കിൻ്റെ മെയിലുകൾ. അപ്പോൾ നമുക്ക് കളർ ഡാർക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മാസം പ്രായമായ മെയിലുകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം കൂടെ ആയാൽ നമുക്കിത് നല്ല കളറും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു സെയിലിൻ്റെ ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റും. അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്നാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇയറും വളരെ പെട്ടെന്ന് ഇയറുള്ള ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ ഇതേമാതിരി ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടും. ഈ സാൻഡൽ ക്രോസ് ഉണ്ടല്ലോ, എത്ര പെട്ടെന്നാണ് അതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ വളർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൽ 2 സാന്റാ ക്ലോസാണ് വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നത്. ഈ സാന്റാ ക്ലോസ് നല്ല ഗ്രോത്ത്. അപ്പോൾ ഇതിലൊക്കെ ഇവർക്കൊക്കെ ഞാൻ ലൈഫ് ഫുഡായിട്ട് മൊയിനെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും കൊടുക്കുന്നത്. 20,000. പിന്നെ ഇതിലും നമ്മൾ ഫുൾ ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇതിപ്പോൾ ഇന്നലെ പ്രസവിച്ചിട്ടാണ്. കളർ ഗ്രീൻ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നത്. ഇതിലിപ്പോൾ ഇന്നലെ പ്രസവിച്ച ഫുൾ ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് ഐറ്റാണ് ഇത് കാണുന്നത്. അൽബിനോ കിങ് കോയിയാണ്. അപ്പോൾ ഇത് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ മാറ്റാം, അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ആ ടെയിലുമേ നല്ല ഇതുള്ളത് കളറുകൾ കൂടുതലുള്ളതാണ് മെയിൽ. അപ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് മെയിലുള്ള ടാങ്കിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഈസിയായി മാറ്റാൻ പറ്റുന്ന ഐറ്റാണ് നമ്മൾ ഈ ഒരു അൽബിനോ കോയി എന്ന് പറയുന്നത്. നമുക്ക് വാലുമ വിറകട്ടയിലും നല്ല റെഡ് കളർ ആകുമ്പോൾ നമുക്ക് മെയിലും ഫീമെയിലും വളരെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. ചില ഐറ്റാണ് നമ്മൾ ഫുൾ ബ്ലാക്കിൻ്റെയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്ലാസ്സൊക്കെ എടുത്ത് അതിൻ്റെ സൈഡിലൊക്കെ നോക്കിയിട്ടാണ് ഫീമെയിലും മെയിലും തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ സമയത്ത് തെറ്റാറുണ്ട്. ചിലപ്പോൾ മെയിലിൻ്റെ കൂട്ടത്തിൽ ഫീമെയിലിൻ്റെ കൂട്ടത്തിൽ മെയിലും ഫീമെയിലിൻ്റെ കൂട്ടത്തിൽ ഫീമെയിലും ഒക്കെ വരാറുണ്ട്. ഫുൾ ബ്ലാക്കിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കാരണം രണ്ടും നല്ല ഫുൾ ബ്ലാക്കായി വരുന്ന ഐറ്റാണ്. അപ്പോൾ ഫുൾ ബ്ലാക്കിൻ്റെ ഫീമെയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കേട്ടോ ഫുള്ള് ബ്ലാക്ക് കളറായിട്ട്. അപ്പോൾ ഇവർക്ക് ഇയറും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് ഈ ഫുൾ ബ്ലാക്കിന്. അതാണ് മെയിലിനും ഇയറും കാര്യങ്ങളും വരും, ഫീമെയിലിനും ഇയറും കാര്യങ്ങളും വരും. അപ്പോൾ നമുക്ക് വളരെയധികം കൺഫ്യൂഷനായി വരുന്ന റൈറ്റാണ് ഫുൾ ബ്ലാക്കിൻ്റെ ബിഗ് ഇയർ ആട്ടോ. പഴയ മോഡലല്ല, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഫുൾ ബ്ലാക്കാണത്. നല്ല കാണാൻ ഭയങ്കര അടിപൊളി ലുക്കാണ് കേട്ടോ. ഒരുപാട് കുഞ്ഞുങ്ങളും കിട്ടും. പിന്നെ കുഞ്ഞുങ്ങളങ്ങനെ കഴിക്കാറുമില്ല. നല്ല അടിപൊളി സാധനമാണത് ഈ ഒരു ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫാമിൽ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നതും മെയിലും ഫീമെയിലും ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ്. അവർ വളർത്തുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മുടെ ഫാമിലെ ഗപ്പി കുഞ്ഞുങ്ങൾ? ഇപ്പോൾ ഈ ഒരു ഫുൾ ബ്ലാക്ക് ഉണ്ട്, ചില്ലി മൊസൈക്ക്, സാന്റാ ക്ലോസ്, ഇതൊക്കെയാണ് നമ്മൾ അൽബിനോ കിങ് കോയി, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നിലവിലുള്ള നമ്മുടെ ഫാമിലുള്ള ഗപ്പികൾ. ഏകദേശം ഒരു 2 മാസമൊക്കെ നമുക്കൊന്ന് കൊടുക്കാനാവും. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ അപ്ഡേഷൻ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ബൈ.